എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 9. നമ്മൾ ധ്രുവൻ്റെ ചരിതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധ്രുവൻ്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചതും നമ്മൾ കണ്ടു. അതിനുശേഷം ഭഗവാൻ തിരിച്ചു പോയപ്പോൾ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയതിന് ശേഷമാണ് ധ്രുവനൊരു വിഷമം, ഒരു പൂർണ്ണ സംതൃപ്തി ആയില്ല എന്ന് തോന്നുന്നത്. അതിന് നമ്മൾ 35-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്, ഒരു വലിയ ചക്രവർത്തിയുടെ, മഹാനായ ഒരു ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് ഒരു ധനികൻ അന്ന് കഞ്ഞി കുടിക്കാനുള്ള നുറുക്ക് അരി ചോദിക്കുന്നത് പോലെ, അത്രയും കുറവ് കാര്യം മാത്രം, എത്രയോ ആ ഒരു ജന്മം മുഴുവൻ അവന് ജീവിക്കാനുള്ള ഭൂമിയും സ്ഥലവും തൊഴിലും ഒക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരു ചക്രവർത്തി ആയിരുന്നിട്ട് പോലും അത് ചോദിക്കാതെ അന്ന് കഴിക്കാനുള്ള അരിക്ക് ഉള്ള നുറുങ്ങ് അരി മാത്രം ചോദിച്ചു വരുന്ന ഒരു അറിവില്ലാത്ത ഒരു വിഡ്ഢിയെ പോലെ ഇത്രയും വലിയ മോക്ഷം നൽകാൻ കഴിവുള്ള ഭഗവാനെ മുന്നിൽ കണ്ടിട്ടും ഭഗവാനോടൊന്നും ചോദിച്ചില്ല. പക്ഷെ മനസ്സിൽ ആ ഭഗവാനെ മുന്നിൽ കണ്ടപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് ഭൂമിയിലെ ഭൗതികമായ സ്ഥാനമാനങ്ങളും ചെറിയമ്മയെയും അച്ഛനെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഉയരണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അത് ഓർത്തപ്പോഴാണ് ഭഗവാൻ പോയതിന് ശേഷം ധ്രുവന് സങ്കടം വരാൻ തുടങ്ങിയത്. ചോദിക്കേണ്ടതിനെ ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമം ധ്രുവനെ ബാധിച്ചു. ഇതെല്ലാം മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി 36-ാമത്തെ ശ്ലോകത്തിൽ മൈത്രേയ മഹർഷി പറയാണ് വിതുരരോട്, ന വൈ മുകുന്ദസ്യ പാദാരവിന്ദയഃ രജോജുഷഃ താദാ ഭവാദൃശ ജനഃ വാഞ്ചന്തി തത് ദാസ്യം ഹൃദേ അർത്ഥം ആത്മനഃ യദൃച്ഛയാ ലബ്ധമനഃ സമൃദ്ധയാ. ഇവിടെ പറയാണ് ഭവാദൃശ ജനഃ. അപ്പോൾ മൈത്രേയ മഹർഷി വിതുരരോട് പറയുന്നതാണ്, അങ്ങയെപ്പോലെ ഭവാദൃശ, അങ്ങയെപ്പോലെയുള്ള ജനങ്ങൾ, മനുഷ്യര്, മുകുന്ദസ്യ പാദാരവിന്ദയഃ, ആ ഭഗവാൻ, മോക്ഷം നൽകാൻ കഴിവുള്ള ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലെ രജഹ എന്ന് വെച്ചാൽ പാദധൂളി ഉണ്ടല്ലോ, ആ പൊടിയെ, ജുഷഹ, അതിനെ സദാ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മൈത്രേയ മഹർഷി പറയണം. അങ്ങയെപ്പോലെയുള്ള ഭഗവത് ഭക്തരായിട്ടുള്ള ആളുകൾ, ഭഗവാൻ, മോക്ഷം നൽകാൻ കഴിവുള്ള ഭഗവാൻ, അതാണ് മുകുന്ദസ്യ, ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലെ പാദധൂളിയെ ആഗ്രഹിച്ച്, അത് അനുഭവിക്കാൻ ആഗ്രഹിച്ച്, അത് ശിരസിൽ അണിയാൻ ആഗ്രഹിച്ച് കഴിയുന്ന അങ്ങയെപ്പോലെയുള്ള ജനങ്ങൾക്ക് വാഞ്ചന്തി ന വാഞ്ചന്തി എന്ന് വെച്ചാൽ ഒരിക്കലും ആഗ്രഹമില്ല എന്ന്. എന്ത്? തത് ദാസ്യാം, അവിടത്തെ ദാസനാവുക, ഹൃദേ, അതൊഴികെ അർത്ഥം, മറ്റൊരു ആഗ്രഹവും ന വാഞ്ചന്തി, അവർക്കില്ല എന്ന്. ഭഗവാന്റെ ദാസനാവുക എന്നത് ഒഴികെ, ഹൃദയം വെച്ചാൽ അതൊഴികെ വേറൊരാഗ്രഹവും അവർക്ക് ഇല്ല. ആത്മനഃ, അവരിലേക്ക് യാദൃശ്ചികമായി പ്രകൃതിദത്തമായി വന്നു ചേരുന്നത് എന്താണോ അതിനെ മനഃ സമൃദ്ധയ, അതിൽ പൂർണ്ണ സംതൃപ്തരായി കഴിയുന്നവരാണ് അവർ. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. യാദൃശ്ചികമായി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യാദൃശ്ചികമായിട്ട് നമ്മളിലേക്ക് എന്താണോ വന്നു ചേരുന്നത് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിൽ സംതൃപ്തിയുള്ളവരായി ഇരിക്കുകയാണ് ഭഗവാന്റെ യഥാർത്ഥ ഭക്തന്മാർ ചെയ്യുന്നത്. അവർക്ക് ഭഗവാന്റെ ദാസനായിരിക്കുക എന്ന ഒരു സ്ഥാനത്തേക്കാൾ ഉപരി, അതിലും നിഷ്കളങ്ക ഭക്തനായിരിക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരു ആഗ്രഹവും ഇല്ല എന്ന് മൈത്രേയ മഹർഷി പറയാണ് വിതുരരോട്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ തപസ്സും ചെയ്തു, ഭഗവാന്റെ അനുഗ്രഹവും കിട്ടി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ധ്രുവൻ യഥാർത്ഥത്തിലുള്ള ഭഗവത് ഭക്തനായി ഭഗവാന്റെ ദാസനായി മാറിയത്.
അതുവരെ ഉണ്ടായിരുന്നില്ല. ആഗ്രഹങ്ങളും മോഹങ്ങളും ആയിരുന്നു. ഭഗവാൻ അന്തർദാനം ചെയ്തതിന് ശേഷമാണ് ധ്രുവന് ആ മുക്തി, യഥാർത്ഥത്തിലുള്ള ഭൗതിക വിഷയങ്ങളിൽ നിന്നുള്ള മുക്തി വന്നത്. അപ്പോഴാണ് ആ ഒരു തെറ്റെന്താന്ന് മനസ്സിലായത്. ഭൗതിക വിഷയങ്ങളോടുള്ള ആസക്തി അപ്പോഴാണ് ധ്രുവന്റെ അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ധ്രുവൻ ഒരു ഭക്തനായി മാറിയത് എന്നർത്ഥം. ശ്ലോകം 37. ആകർണ്യ ആത്മജം ആയാന്തം സംഭരേത്യ യഥാ ആഗതം രാജാ ന ശ്രദ്ധതേ ഭദ്രം അഭദ്രസ്യ കുതഹ മമഹ. അതായത് എന്നിട്ട് മൈത്രേയ മഹർഷി പറയാണ്, അങ്ങനെ ധ്രുവൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നല്ലോ. അതാണ് ആകർണ്യ കേട്ടിട്ട്, ആത്മജം പുത്രൻ, ആയാന്തം തൻ്റെ മകൻ തിരിച്ചു വരുന്നു എന്ന് വരാൻ പോകുന്നു എന്ന് കേട്ടിട്ട്, സംഭരേത്യ എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം ആഗതം, തിരിച്ചു വരിക, യഥാ എന്നതുപോലെ. ഏറ്റവും പ്രിയപ്പെട്ട മകനോ മകളോ ആരോ മരിച്ചു പോയതിന് ശേഷം പിന്നെ അവർ വീണ്ടും ജനിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത് പോലെ കാട് വിട്ട് 5 വയസ്സുള്ള മകൻ പോയപ്പോൾ അച്ഛൻ വിചാരിച്ചത് ഇനി അവൻ തിരിച്ചു വരില്ല എന്നാണ്. അതായിരുന്നു ഉത്താനപാദ മഹാരാജാവിന് ഇത്ര സങ്കടം ഉണ്ടായിരുന്നത് പിതാവിനെ. അവനെ കാട്ടുമൃഗങ്ങൾക്ക് ഇരയാക്കോ, അത്രയും ചെറുപ്രായമല്ലേ, അപ്പോൾ അവൻ ഇനി മരിച്ചു പോവുള്ളൂ എന്ന് കരുതിയിരുന്ന ആ മകനാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് എന്ന് കേട്ടപ്പോൾ രാജാവായ ഉത്താനപാദ മഹാരാജാവ് നാ ശ്രദ്ധതേ, അത് വിശ്വസിച്ചില്ല എന്ന്. അങ്ങനെ കേട്ടപ്പോൾ ആരൊക്കെയോ കണ്ടു. ആ രാജവീതികളിലൂടെ, കാട്ടിൽ നിന്ന് ഇറങ്ങി രാജവീതിയിലൂടെ ധ്രുവൻ നടന്നു വരുന്നത് ആരൊക്കെയോ കണ്ടപ്പോൾ ആ വിവരം കൊട്ടാരത്തിൽ അറിഞ്ഞതാണ്, രാജാവ് അറിഞ്ഞതാണ്. അപ്പോൾ രാജാവ് അത് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. എന്നിട്ട് അത് വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ കാരണം പറയാണ്, അഭദ്രസ്യ, ഞാനൊരു അധർമ്മിയാണ്, തെറ്റ് ചെയ്തവനാണ്. അങ്ങനെയുള്ള മമ, എനിക്ക് ഭദ്രം മംഗളകരമായത് എങ്ങനെ കുതഹ സംഭവിക്കും? ഞാനൊരു അധർമ്മിയായ തെറ്റ് ചെയ്തവനാണ്. അങ്ങനെയുള്ള ദുഷ്ടനായ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സന്തോഷം എൻ്റെ മകനെ കാണാൻ തിരിച്ചു വരിക എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കും? എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. വേറെ ഏതോ കുട്ടിയെ കണ്ടിട്ട് ധ്രുവനാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ പറയുന്നതാണ്. അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ രാജാവ് വിശ്വസിച്ചു. ധ്രുവൻ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ. ശ്ലോകം 38. ശ്രദ്ധായ വാക്യം ദേവർഷേ ഹർഷവേഗേന ദർശിതഃ വാർത്താഹർത്തും അതിപ്രീതഃ ഹാരം പ്രദാത് മഹാധനം. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ സംഭവിക്കില്ല, ദുഷ്ടനായ എനിക്ക് മംഗളകരമായതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സമയത്ത് രാജാവ് ആലോചിക്കുകയാണ്, അന്ന് ധ്രുവനെ അനുഗ്രഹിച്ച് വിട്ടിട്ട്, ധ്രുവനെ മധുവനത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് നാരദ മഹർഷി നേരെ കൊട്ടാരത്തിലേക്കാണ് വന്നത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞിരുന്നു, അങ്ങ് വിഷമിക്കേണ്ട, അവനെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ട, ധ്രുവൻ അധികം താമസിയാതെ തിരിച്ചു വരും. ലോകത്തിൽ ഏറ്റവും തേജസ്വിയായിട്ടുള്ള രാജാവായിട്ട്, അല്ലെങ്കിൽ ഒരു രാജപുത്രനായിട്ട്, അത്രയ്ക്കും കീർത്തിയും യശസ്സും വർദ്ധിച്ചിട്ട് ധ്രുവൻ തിരിച്ചു വരും. അത്രയും കീർത്തിയോടുകൂടിയാണ് ധ്രുവൻ തിരിച്ചു വരിക എന്ന് നാരദ മഹർഷി പറഞ്ഞതുണ്ടായിരുന്നു. അതാണ് പിന്നീട് അദ്ദേഹം ഓർത്തത്. ശ്രദ്ധായ, വിശ്വസിച്ചു. വാക്യം ദേവർഷി നാരദരുടെ വാക്കുകളെ അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്. അപ്പം അദ്ദേഹത്തിന് ശരിയാണ് എന്നൊരു വിശ്വാസം വന്നു. അപ്പോൾ ഹർഷവേഗേന, വളരെ സന്തോഷമായി, ദർശിതഃ, ആ സന്തോഷത്തിൻ്റെ മൂർച്ചയിൽ, വാർത്താഹർത്തും, ഈ വാർത്തയെ രാജാവിൻ്റെ കാതുകളിലേക്ക് എത്തിച്ച ആ സേവകനെ അതിപ്രീതഃ, വളരെ സന്തുഷ്ടനായിട്ട്, ഹാരം, മുത്തുമാലകൾ, മഹാധനം, വിലപിടിപ്പുള്ള ഒരുപാട് സമ്പത്തും പ്രാധാത്, സമ്മാനമായി കൊടുത്തു എന്ന്. ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചില്ല, ധ്രുവൻ വരുന്നു, ദുഷ്ടനായ എനിക്ക് സന്തോഷമൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് ഓർത്തത്, നാരദ മഹർഷി എന്നോട് പറഞ്ഞിരുന്നു, അധികം താമസിയാതെ ധ്രുവൻ അത്രയും പ്രശസ്തനായിട്ട് കീർത്തിയുള്ളവനായി തിരിച്ചു വരുമെന്ന്. അതോർത്തപ്പോൾ ആ വാക്കുകളെ അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പം ശരി തന്നെയാണ് ഞാൻ കേട്ട ഈ വാർത്ത, എൻ്റെ മകൻ വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ വാർത്ത കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞ ആ സേവകനെ ഒരുപാട് മുത്തുമാലകളും സമ്പത്തും സമ്മാനമായി നൽകി. എന്നിട്ടും രാജാവിന് സമാധാനം വരുന്നില്ല. ധ്രുവനെ കാത്തു കൊട്ടാരത്തിലിരുന്നാൽ ശരിയാവില്ല. അതിനുള്ളൊരു എന്താ പറയുക, താമസം പോലും ആൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും പെട്ടെന്ന് മകനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ധ്രുവൻ വരുന്ന രാജവീതിയിലേക്ക് ഓടി ചെല്ലുന്നതാണ്, രഥത്തിൽ ചെല്ലുന്നതാണ് നമ്മളിനി അടുത്ത ശ്ലോകങ്ങളിൽ 2 കാണുന്നത്. 39-40 ഒരുമിച്ച്.
സദ് അശ്വം രഥ ആരൂഹ്യ കാർത്തസ്വര പരിഷ്കൃതം ബ്രാഹ്മണൈഃ കുലവൃതൈഃ ച പര്യസ്തഃ അമാത്യബന്ധുഭിഃ ശംഖദുന്ദുഭിനാദേന ബ്രഹ്മഘോഷേണ വേണുഭിഃ നിശ്ചക്രാമ പുരാത് തൂർണം ആത്മജാ അഭീഷ്ണ ഉത്സുക. അപ്പൊ രാജാവ് എന്താ ചെയ്തത്? സദ് അശ്വം, നല്ലൊരു കുതിരയെ എടുത്തു. എന്നിട്ട് കാർത്തസ്വര പരിഷ്കൃതം, സുവർണമായ സ്വർണ്ണ നിറത്തിലുള്ള ചിത്രവേലകളാൽ അലങ്കരിച്ച ഒരു തേരിലേക്ക് രഥം ആരൂഹ്യ, രഥത്തിലേക്ക് കയറി. ഒറ്റയ്ക്കല്ല, ബ്രാഹ്മണൈഹി, ബ്രാഹ്മണന്മാരുണ്ട്, കുലവൃതൈഹി ച, കുലത്തിലെ ശ്രേഷ്ഠരായ മുതിർന്ന ആളുകളുണ്ട്, അമാത്യബന്ധുഭിഹി, ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും, പര്യസ്തഹ, അവരാൽ ചുറ്റപ്പെട്ടിട്ട്, അതായത് അവരും ഒക്കെ കൂടെ ഉണ്ടായി. നല്ല സ്വർണ്ണ നിറത്തോടു കൂടി അലങ്കരിച്ച, ചിത്രപണികളാൽ അലങ്കരിച്ച നല്ലൊരു കുതിരയെ പൂട്ടിയ ഒരു രഥത്തിലേക്ക് കയറി ബ്രാഹ്മണര്, കുടുംബത്തിലെ ബന്ധുക്കള്, ഉദ്യോഗസ്ഥന്മാര്, മന്ത്രിമാര്, ഇവരാലൊക്കെ ചുറ്റപ്പെട്ട് ശംഖനാദം, ദുന്ദുബി, പെരുമ്പറകള്, അതുപോലെ ഇവയുടെ ശബ്ദവും ബ്രഹ്മഘോഷേണ, വേദമന്ത്ര ശബ്ദങ്ങളും, വേണുബി, ഓടക്കുഴൽ നാദവും ഒക്കെയോടും കൂടി, ഇവയെല്ലാത്തോടും കൂടിയിട്ട് നിശ്ചക്രാമ പുരാത്, കൊട്ടാരത്തിൽ നിന്നും നിശ്ചക്രാമ, പുറത്തേക്ക് വന്നിട്ട് തൂർണം, അതിവേഗം, ആത്മജ, സ്വന്തം പുത്രനെ, അഭീക്ഷണ ഉത്സുകം, ഒന്ന് കാണാനുള്ള ഉത്കണ്ഠയോടുകൂടി അദ്ദേഹം അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പുറപ്പെട്ടു എന്ന്. അപ്പൊ അവൻ വരുന്നതും കാത്ത് കൊട്ടാരത്തിൽ ഇരിക്കാൻ വരെ സമാധാനമില്ല. എന്നിട്ട് വേഗം നല്ലൊരു കുതിരയെ ഒരുപാട് ചിത്രപ്പണികളോടുകൂടിയ ഒരു രഥത്തിൽ പൂട്ടിയിട്ട് ആ രഥത്തിൽ കയറി ബ്രാഹ്മണരും ബന്ധുമിത്രാദികളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ അവരാലൊക്കെ ചുറ്റപ്പെട്ട് നല്ല ശംഖനാദം, പെരുമ്പറകൾ, അതുപോലെ വേദമന്ത്ര ശബ്ദം, ഓടക്കുഴൽ നാദം ഇവയൊക്കെ മുഴങ്ങി കേൾക്കവേ രാജാവ് തൻ്റെ മകനെ കാണാനുള്ള ആ ഉത്കണ്ഠയോടുകൂടി കൊട്ടാരത്തിൽ നിന്നും രഥത്തിൽ അങ്ങനെ പുറപ്പെട്ടു. ഇനി രാജാവും മറ്റു ബന്ധുമിത്രാദികളും മന്ത്രിമാരും മാത്രമല്ല, ധ്രുവന്റെ അമ്മ സുനീതിയും സുരുചിയും, അമ്മമാരും പുറപ്പെട്ടു. അതാണ് ശ്ലോകം 41 പറയുന്നത്. സുനീതിഹി സുരുചിഹി ച അസ്യ മഹിഷൗ രുക്മഭൂഷിതേ ആരൂഹ്യ ശിബികാം സാർദ്ധം ഉത്തമനഃ അഭിജഗ്മതു. ഉത്തമേന അഭിജഗ്മതുഃ. സുനീതി സുരുചി ച അസ്യ ഉത്താനപാദ മഹാരാജാവ് മഹിഷൗ, അദ്ദേഹത്തിൻ്റെ മഹിഷൗ എന്ന് പറയുമ്പോൾ 2 പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പട്ടമഹിഷിമാര് സുനീതിയും സുരുചിയും രുക്മഭൂഷിത, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ആരൂഹ്യ ശിബികാം, ഒരു പല്ലക്കിൽ, ശിബികാം പല്ലക്കിൽ കയറി സാർദ്ധം ഉത്തമനോടുകൂടി, അതിൽ സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമനെയും കൂട്ടിയിട്ടുണ്ട്, ഉത്തമനോടുകൂടി അഭിജഗ്മതു, രാജാവിനെ അനുഗമിച്ചു എന്ന്. ഉത്താനപാദ മഹാരാജാവ് പോകുമ്പോൾ സുരുചിയും സുനീതിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞു ഉത്തമനോടുകൂടി തേരിൽ കയറി രാജാവിൻ്റെ പിന്നാലെ ധ്രുവനെ കാണാനായിട്ട് പുറപ്പെട്ടു. ഇനി ശ്ലോകം 42-43 എന്താണ് മകനെ കണ്ടപ്പോൾ ഉത്താനപാദ മഹാരാജാവ് ആദ്യം ചെയ്തത് അതാണ് പറയുന്നത്. തം ദൃഷ്ട്വാ ഉപവനം അഭ്യാസേ ആയാന്തം തരസാരഥാത് അവരുഹ്യ നൃപഃ തൂർണം ആസാദ്യ പ്രേമവിഹ്വലഃ പരിരേപേ അങ്കജം ദോർഭ്യാം ദീർഘ ഉത്കണ്ഠമനഃ ശ്വസൻ വിശ്വക്സേനാം അംഗ്രി സംസ്പർശ ഹതാ അശേഷ അഘബന്ധനം. തം ദൃഷ്ട്വാ ഉപവനം അഭ്യാസേ ആയാന്തം തരസാ രഥാത് അവരൂഹ്യ നൃപ സ്തൂർണം ആസാദ്യ പ്രേമ വിഹ്വലഃ പരിരേപേ അങ്കജം ദോർഭ്യാം ദീർഘ ഉത്കണ്ഠമനഃ ശ്വസൻ വിശ്വക്സേനാം അംഗ്രി സംസ്പർശ ഹതാ അശേഷ അഘബന്ധനം. തം ദൃഷ്ട്വ, ആ ധ്രുവകുമാരനെ കണ്ടിട്ട് ഉപവനം ആഭ്യാസേ, കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തോട്ടം, ഉപവനം, ഒരു പൂന്തോട്ടത്തിൻ്റെ ഉദ്യാനത്തിൻ്റെ അടുത്ത് വെച്ചാണ് രാജാവ് മകനെ ധ്രുവനെ കാണുന്നത്. ആയാന്തം, തിരിച്ചു വരുന്ന തൻ്റെ പുത്രനെ കണ്ടിട്ട് തരസ, വളരെ വേഗം, രഥാത്ത്, ആ രഥത്തിൽ നിന്നും അവരൂഹ്യ, താഴെ ഇറങ്ങി, നൃപഃ, ആ രാജാവ്, എന്നിട്ട് തൂർണം, പെട്ടെന്ന് തന്നെ ആ
ആസാദ്യ അടുത്തേക്ക് ചെന്നിട്ട് പ്രേമവിഹ്വലഹ ധ്രുവനോടുള്ള സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ട് ധ്രുവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പരിരേബെ ആലിംഗനം ചെയ്തു അങ്കജം തൻ്റെ പുത്രനെ ദോർഭ്യം ഇരു കൈകളോടും കൂടി ധ്രുവനെ കെട്ടിപ്പിടിച്ചു. ദീർഘ ഉത്കണ്ഠ മനഃ ശ്വസൻ കുറേ നാളായിട്ട് 5-6 മാസമായല്ലോ. അപ്പോൾ കുറേ നാളുകളായിട്ട് മകനെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠയോടുകൂടി കഴിയുന്ന മനസ്സ്, ദീർഘ ഉത്കണ്ഠ മനഃ. അത് കാരണം രാജാവ് ശ്വസൻ ഒരു ദീർഘശ്വാസം വിട്ടു, സമാധാനത്തിൻ്റെ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് വിശ്വക്സേനാം ആ ഭഗവാന്റെ അംഗ്രി സ്പർശ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്പർശിച്ചതിലൂടെ ഹത നശിച്ചുപോയ അശേഷ അഘബന്ധനം എല്ലാ പാപങ്ങളും നശിച്ചുപോയി പൂർണ്ണശുദ്ധനായി വന്നിരിക്കുന്ന ധ്രുവനെ സ്നേഹപൂർവ്വം ആ പിതാവ് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ തേരിൽ ഇങ്ങനെ വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഉപവനം ആ ഒരു ഉദ്യാനത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് തിരിച്ചു വരുന്ന ധ്രുവനെ സ്വന്തം മകനെ കണ്ട മഹാരാജാവ് വേഗം തന്നെ തേരിൽ നിന്നിറങ്ങി ഓടി ചെന്നു ധ്രുവൻ്റെ അടുത്തേക്ക് സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ട്. എന്നിട്ട് ആ കുറേ കാലമായി മകനെക്കുറിച്ചുള്ള ഓർത്തുള്ള ഉത്കണ്ഠയോടുകൂടി കഴിഞ്ഞ മനസ്സായതുകൊണ്ട് മകനെ നോക്കി ആദ്യം ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്പർശിച്ചതിനാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ ധ്രുവനെ, സ്വന്തം പുത്രനെ ഇരു കൈകളോടും കൂടി ആ പിതാവ് ആശ്ലേഷിച്ചു, ആലിംഗനം ചെയ്തു. ശ്ലോകം 44. അതാ ആജിഗ്രൻ മുഹുഹു മൂർധനി ശീതൈഹി നയനവാരിഭിഃ സ്നാപയാമാസ തനയം ജാത ഉദ്ദാമ മനരഥഃ. അതാ അപ്പോൾ ആജിഗ്രൻ എന്ന് വെച്ചാൽ ശ്വസിക്കുക, മണക്കുക. മുഹുഹു വീണ്ടും വീണ്ടും മൂർധനി. അപ്പോൾ ധ്രുവനെ കെട്ടിപ്പിടിക്കുമ്പോൾ ധ്രുവൻ്റെ ആ മൂർധാവ്, ആ ശിരസ് ഭാഗമാണ് രാജാവിന് മുഖത്തിൻ്റെ അവിടേക്ക് വരുന്നത്. അപ്പോൾ ആ പിതാവ് ആ ശിരസിൽ ഇങ്ങനെ മണുത്തൂന്നു, കുറേ നേരം ശ്വസിച്ചു. ശീതൈഹി തണുത്ത, നയനവാരിഭിഃ കണ്ണുനീരാൽ തനയം തൻ്റെ പുത്രനെ സ്നാപയാമാസ ആ രാജാവ് അങ്ങ് സ്നാനം ചെയ്യിച്ചു. അതായത് കണ്ണുനീരിൽ ധ്രുവൻ കുളിച്ചു, പിതാവിൻ്റെ കണ്ണുനീരിൽ ധ്രുവൻ അങ്ങ് കുളിച്ചു. ജാത ഉദ്ദാമ മനരഥഃ. ആ കണ്ണുനീര് എന്തിനാ വന്നത്? ജാത സംഭവിച്ചു, സഫലമായി. ഉദ്ദാമ മഹത്തായ, മനരഥഃ തൻ്റെ ആഗ്രഹം. രാജാവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പുത്രനെ തിരിച്ചു കിട്ടുക എന്നുള്ളതായിരുന്നു ധ്രുവനെ. അത് സഫലമായ സന്തോഷ കണ്ണുനീരുകൊണ്ട് ആ പുത്രനെ അങ്ങ് കുളിപ്പിച്ചു രാജാവ്. കെട്ടിപ്പിടിച്ചപ്പോൾ ശിരസിങ്ങനെ മണുത്തുകൊണ്ട് തൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പൂർത്തിയായ സന്തോഷത്താൽ ധ്രുവനെ സന്തോഷ കണ്ണീര് കൊണ്ട് ധ്രുവനെ അങ്ങ് സ്നാനം ചെയ്യിപ്പിച്ചു. ശ്ലോകം 45. അഭിവന്ദ്യ പിതുഃ പാദൗ ആശീർഭിഃ ച അഭിമന്ത്രിതഃ നനാമ മാതരൗ ശീർഷ്ണ സത്കൃതഃ സജ്ജന അഗ്രണീ. അപ്പോൾ ധ്രുവൻ എന്താ ചെയ്തത്? സജ്ജന അഗ്രണി, സജ്ജനങ്ങളിൽ വെച്ച് ഇപ്പോൾ അഗ്രഗണ്യനായിരിക്കുന്ന, അതുപോലെ അഭിമന്ത്രിത, വളരെ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്ത് ആശീർഭിഹി, ആശീർവാദങ്ങളും അനുഭവിച്ച് സത്കൃത, സത്കരിക്കപ്പെട്ട ആ ധ്രുവൻ. അപ്പോൾ സജ്ജനങ്ങളിൽ അഗ്രഗണ്യനും, അപ്പോൾ വന്നു കയറിയപ്പോൾ എല്ലാവരാലും എല്ലാവരുടെയും ആശീർവാദവും അഭിസംബോധനയും ഒക്കെ കിട്ടി. അങ്ങനെ സൽക്കരിക്കപ്പെട്ട ആ ധ്രുവൻ ആദ്യം സ്വന്തം പിതാവിൻ്റെ പാദങ്ങളിൽ അഭിവന്ദ്യ നമസ്കരിച്ചു. അതിനുശേഷം മാതരൗ, രണ്ടമ്മമാര് സുരുചി സുനീതി, അവരുടെയും ശീർഷ്ണ ശിരസ്സു കുനിച്ച് നനാമ നമസ്കരിച്ചു എന്ന്. അപ്പോൾ എല്ലാവിധ സജ്ജനങ്ങളിൽ തന്നെ അഗ്രഗണ്യനായിട്ടുള്ള എല്ലാവിധത്തിലുള്ള അഭിസംബോധനകളാലും അതുപോലെ ആശീർവാദങ്ങളാലും സ്വീകരിക്കപ്പെട്ട് സത്കരിക്കപ്പെട്ട ധ്രുവൻ അങ്ങനെ പിതാവിനെ കണ്ടപ്പോൾ ആദ്യം പിതാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു, രണ്ടമ്മമാരുടെ പാദങ്ങളിലും നമസ്കരിച്ചു. ധ്രുവൻ്റെ മനസ്സിൽ ഇപ്പോൾ സുരുചി ചിറ്റമ്മയോട് ദേഷ്യമില്ല. പക്ഷേ അതുപോലെ തന്നെ സുരുചിയുടെ മനസ്സും ഇപ്പോൾ വെറുപ്പും ശത്രുതയും ദേഷ്യമൊക്കെ പോയിരിക്കുന്നു ധ്രുവനോട്. അതാണ് 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സുരുചിഹീതം സമുത്താപ്യ പാദ അവനതം അർഭകം പരിഷ്വജ്യ ആഹ ജീവേതി ബാഷ്പഗദ്ഗതയാ ഗിര. സുരുചി എന്ന ധ്രുവൻ്റെ ചിറ്റമ്മ ആ ധ്രുവനെ സമുത്താപ്യ എഴുന്നേൽപ്പിച്ചു. പാദ അവനതം, തൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചിരിക്കുന്ന അർഭകം, ആ ബാലനെ, ആ സുരുചി എന്ന
രാജ്ഞി തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന ആ ബാലനെ ഇരു കൈകളോടുകൂടി അവനെ അങ്ങോട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ബാഷ്പ ഗദ്ഗതയാ ഗിര, കുറ്റബോധം ഉണ്ടാവുമല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ കണ്ണുനീരോടെ ഗദ്ഗതയ, അതായത് ഇടറുന്ന വിറയ്ക്കുന്ന സ്വരത്തോടു കൂടിയിട്ട് പരിഷ്വജ്യ അവനെ ആലിംഗനം ചെയ്ത് ആഹാ ഇപ്രകാരം പറഞ്ഞത് ഇതായിരുന്നു: ജീവേദി, നീ ദീർഘകാലം ഇനിയും ജീവിച്ചിരിക്കട്ടെ, എല്ലാ മംഗളങ്ങളോടും കൂടി എന്ന് സുരുചി. എന്തായിരുന്നു പോകുന്നേറ്റ് മുന്നേ പറഞ്ഞിരുന്നേ? പോയി തപസ് ചെയ്ത് അനുഗ്രഹം മേടിച്ചു വാ, ഈ ജന്മത്തിൽ സാധിക്കില്ല, അടുത്ത ജന്മത്തിലെങ്കിലും, അതും രാജാവാനൊന്നല്ല, എൻ്റെ പുത്രനായി ജനിക്കാൻ ഭാഗ്യമുള്ളവനായിട്ട് ആ അനുഗ്രഹം കിട്ടാൻ പോയി തപസ് ചെയ്യാൻ പറഞ്ഞതാ. ആ അമ്മയാണ് ഇപ്പോൾ, സുരുചിയാണ് ഇപ്പോൾ തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ധ്രുവനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് കുറ്റബോധം കൊണ്ട് കണ്ണുനീരൊഴുകി ഇടറുന്ന സ്വരത്തോടു കൂടി ധ്രുവനെ അനുഗ്രഹിച്ചത്. നീ ഇനിയും ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ സന്തോഷത്തോടെ എന്നാണ് പറഞ്ഞത്. ശ്ലോകം 47. അപ്പോൾ ധ്രുവൻ തിരിച്ചു ചെന്നപ്പോൾ അവിടെ സുരുചിയുടെ മനസ്സിലിരുന്ന് പോലും ഭഗവാൻ ധ്രുവൻ അനുകൂലമാക്കി തീർത്തു. ധ്രുവനോട് എന്താ പറഞ്ഞേ? നീ എന്താഗ്രഹിച്ചാലും സാധിക്കുന്നതാണ്, ഒരു ആഗ്രഹവും നിനക്ക് സാധിക്കാതിരിക്കില്ല, നിൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ശത്രുവായിട്ടിരുന്ന, ദേഷ്യത്തോടെ കണ്ടിരുന്ന സുരുചി ചിറ്റമ്മയുടെ മനസ്സിൽ പോലും ധ്രുവനോട് സ്നേഹവാത്സല്യം ഭഗവാൻ ഉണ്ടാക്കി. ആ മനസ്സിനെ ചലിപ്പിച്ചത് അങ്ങനെയാക്കി ഭഗവാൻ. 47. യസ്യ പ്രസന്ന ഭഗവാൻ ഗുണൈഹി മൈത്രിയാദിഭിഹി ഹരിഹി തസ്മൈ നമന്തി ഭൂതാനി നിമ്നം ആബഹ ഇവ സ്വയം. യസ്യ പ്രസന്ന ഭഗവാൻ, ആരിലാണോ ഭഗവാൻ പ്രസന്നനാകുന്നത്? ഗുണൈഹി മൈത്രി ആദിഭിഹി, മറ്റുള്ള എല്ലാവരോടും മൈത്രി മുതലായ ഗുണങ്ങളോട് ഭാവത്തോടു കൂടി ഇരിക്കുന്ന ആളുകളോടാണ് ഭഗവാൻ ഹരിഹി, ശ്രീഹരി പ്രസന്നരാവുന്നത്. എല്ലാവരോടും ഒരു മൈത്രി ഭാവത്തോടു കൂടി ഇരിക്കുക. ശത്രുവായാലും മിത്രമായാലും നമ്മളെ വേദനിപ്പിച്ചവരായാലും നമ്മളെ സന്തോഷിപ്പിക്കുന്നവരാണെങ്കിലും അനുകൂലിക്കുന്നവരാണെങ്കിലും വെറുക്കുന്നവരാണെങ്കിലും അവഗണിക്കുന്നവരാണെങ്കിലും എല്ലാവരോടും ഒരു മൈത്രീഭാവം മനസ്സിൽ നിലനിർത്തുന്ന അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയവരിലാണ് ഭഗവാൻ പ്രസന്നനാകുന്നത്. തസ്മൈ, അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ആ ധ്രുവനെ നമന്തി ഭൂതാനി, സർവചരാചരങ്ങളും ഇനി നമിക്കും. എന്നിട്ട് ഒരു ഉദാഹരണം പറയാണ്. നിമ്നം എന്ന് വെച്ചാൽ താഴേക്ക് ഒഴുക, ആബഹ ജലം, സ്വയം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്നതുപോലെ. ജലം എപ്പോഴും നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ താഴേക്കേ പോവുള്ളൂ, മുകളിലേക്ക് ഒഴുകില്ല അല്ലേ? അഗ്നി മുകളിലേക്കേ ജ്വലിക്കുള്ളൂ, അത് അഗ്നിയുടെ സ്വഭാവമാണ്. ജലം താഴേക്കാണ് ഒഴുകുള്ളൂ. എപ്പോഴും എവിടെയാണോ ഇറക്കം താഴേക്ക് പോകുന്ന ഭാഗം, ആ താഴ്ചയുള്ള ഭാഗത്തിലേക്ക് ജലം ഒഴുകുള്ളൂ. അത് ജലത്തിനെ ആരും പഠിപ്പിച്ചതല്ല, അത് പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്നതാണ്. ജലം പഠിച്ച് ചെയ്യുന്നതല്ല, വെള്ളത്തിൻ്റെ പഠിച്ച് ചെയ്യുന്നൊരു സ്വഭാവമല്ല, ആരും പറഞ്ഞു കൊടുത്തതല്ല. അതാണ് പ്രകൃതി നിശ്ചയം, അല്ലെങ്കിൽ സ്വയം സ്വാഭാവികമായി പ്രകൃതി നിശ്ചയത്താൽ ജലത്തിൻ്റെ സ്വഭാവമാണ് താഴ്ന്ന നിലത്തിലേക്ക് ഒഴുകുക എന്നത്, താഴേക്ക് ഒഴുകുക എന്നത്. അതാരും പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിച്ചതോ ഒന്നുമല്ല. ഇതുപോലെ ധ്രുവനെ കാണുന്ന സകല ജീവസത്തകളും ധ്രുവനെ ഇപ്പോൾ നമസ്കരിക്കും. ധ്രുവനെ നമസ്കരിക്കൂ, ഇവൻ തപസ് ചെയ്യുന്നു, ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് വന്നവനാണ്, ഒന്നും പറഞ്ഞിട്ടല്ല, ആരോടും പറഞ്ഞിട്ടല്ല. പക്ഷേ കാണുന്നവർക്ക് ധ്രുവനെ നമസ്കരിക്കാൻ തോന്നും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. നമ്മൾ പറയില്ലേ, റെസ്പെക്റ്റ്, ബഹുമാനം ചോദിച്ച് മേടിക്കേണ്ടതല്ല, അറിഞ്ഞ് ഒരാളുടെ മഹത്വം അറിഞ്ഞ് മറ്റുള്ളവർ തരുന്നതാണ് ബഹുമാനം എന്ന് പറയുന്നത്. എന്നെ ബഹുമാനിക്കൂ, ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, എന്നെ കാണുമ്പോൾ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ഇരിക്കാൻ പാടില്ല, റെസ്പെക്റ്റോട് കൂടി ഇരിക്കണം എന്ന് ഒരാളും ചോദിച്ചു വാങ്ങാൻ പാടില്ല. നമ്മളെ കാണുമ്പോൾ ഒരാൾ ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മഹത്വം അറിഞ്ഞ് അവർ സ്വാഭാവികമായി തരുന്നതായിരിക്കണം. അതാണ് യഥാർത്ഥ ആദരവ്. അപ്പോൾ അങ്ങനെ ഒരു ആദരവ് ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭഗവാൻ അവനിൽ പ്രസന്നനായിരിക്കുന്നു. ഇപ്പോൾ ധ്രുവനിൽ ഭഗവാൻ പ്രസന്നനായിരിക്കുകയാണ്. കാരണം അങ്ങനെ ഭഗവാൻ പ്രസന്നനാവണമെങ്കിൽ എന്തു ഗുണം വേണം? എല്ലാവരിലും മൈത്രി മുതലായ ഭാവത്തോടുകൂടി ഇരിക്കുന്ന, എല്ലാവർക്കും സന്തോഷവും സ്നേഹവും സമാധാനവും നൽകുന്ന മൈത്രീ ഭാവത്തോടെ എല്ലാവരോടും പെരുമാറുന്നവരിൽ ഭഗവാൻ പ്രസന്നനായിരിക്കും. അങ്ങനെ ആരിലാണോ ഭഗവാൻ പ്രസന്നനായത് അവനെ കാണുമ്പോൾ ഈ ലോകത്തിലെ സർവ്വജീവസത്തകളും അവനെ ബഹുമാനിക്കും.
ആദരിക്കും. അതാരും ചോദിച്ചു മേടിക്കേണ്ട. അത് സ്വാഭാവികമായി പ്രകൃതിദത്തമായി സംഭവിക്കുന്നതാണ്. ആരിൽ ഈശ്വരൻ പ്രകാശിച്ചോ അവരെ കാണുമ്പോൾ ബഹുമാനിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുമെന്നുള്ളത് സ്വാഭാവികമായി അവരുടെ ഉള്ളിൽ ഇരുന്ന് ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണെന്ന്. കാരണം അവരുടെ മനസ്സിനെ ചലിപ്പിക്കുന്നതും ഭഗവാനാ. അപ്പോൾ ഭഗവാൻ പ്രസന്നനായിരിക്കുന്നവനെ കാണുമ്പോൾ ഭഗവാൻ തന്നെ അവൻ്റെ ഉള്ളിലിരുന്ന് ചലിപ്പിച്ച് ആദരിക്കാൻ തോന്നിപ്പിക്കും എന്ന് മനസ്സിലായ. അപ്പോൾ അത് ജലത്തിന് താഴേക്ക് ഒഴുകുന്ന സ്വഭാവം പോലെ ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. അത് ജലത്തിൻ്റെ സ്വാഭാവികമായ സ്വഭാവം പോലെയാണ് ഇതും. ഇപ്പോൾ ധ്രുവൻ കയറി വന്നപ്പോൾ സർവ്വജനങ്ങളും, അച്ഛനും അതുപോലെ തന്നെ അമ്മയും ചിറ്റമ്മയും അതുപോലെ സർവ്വജനങ്ങളും ആ നാട് മുഴുവൻ സന്തോഷത്തിമർപ്പിലായി. ധ്രുവനെ ആദരിച്ചു, അഭിസംബോധന ചെയ്തു, ധ്രുവനെ ബഹുമാനിച്ചു. എല്ലാവരും സത്കാരത്തോടു കൂടി സ്വീകരിച്ചു. ഈ ആദരവ് മുഴുവൻ ധ്രുവന് കിട്ടാൻ കാരണം ധ്രുവനിൽ ഭഗവാൻ പ്രസന്നനായിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ ശ്ലോകം 48 ഉത്തമഃ ച ധ്രുവഃ ച ഉഭൗ അന്യോന്യം പ്രേമ വിഹ്വലൗ അംഗസംഗാത് ഉത്പുളകൗ അസ്ര ഓകം മുഹുഹു ഊഹതു. ഇനി സഹോദരന്മാര്, ഉത്തമൻ എന്നൊരു സഹോദരനുണ്ടല്ലോ ധ്രുവനെ. ഉത്തമഃ ച ധ്രുവഃ ച ഉഭൗ, ഉത്തമനും ധ്രുവനും അവർ രണ്ടുപേരും അന്യോന്യം പരസ്പരം പ്രേമവിഹ്വലൈ, സഹോദര സ്നേഹം നല്ലോണം ഉള്ളവരായിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ ആ സഹോദര സ്നേഹത്തോട് കൂടിയിട്ട് അംഗസംഘാത് അവരിങ്ങനെ കെട്ടിപ്പിടിച്ചു എന്ന്. എന്നിട്ട് പുളകവ് അങ്ങനെ രോമാഞ്ചമണിഞ്ഞു. അസ്ര കണ്ണുനീരിൻ്റെ ഓകം കുത്തൊഴുക്കുകൊണ്ട് മുഹുഹു വീണ്ടും വീണ്ടും ഊഹതു അവർ നനഞ്ഞു എന്ന്. അപ്പം രണ്ടുപേരും ചേട്ടനനിയന്മാർ ഉത്തമനും ധ്രുവനും ഓടിച്ച് വന്ന് കെട്ടിപ്പിടിച്ചു. രണ്ടുപേരുടെ ഉള്ളിൽ നിന്നും ആ സ്നേഹവാത്സല്യം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ണിൽ നിന്നും കണ്ണുനീര സന്തോഷ കണ്ണുനീരൊഴുകി വീണ്ടും വീണ്ടും ഒഴുകാൻ തുടങ്ങി. അപ്പം അത്രയും സ്നേഹത്തോടെ സഹോദര ബന്ധവും അവിടെ ദൃഢമായി. ശ്ലോകം 49 സുനീതിഹി, ഇപ്പോഴും അമ്മയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് പറയുന്നത്. സുനീതിഹി അസ്യ ജനനി പ്രാണേഭ്യഃ അഭി പ്രിയം സുതം ഉപഗുഹ്യ ജഹൗ ആദിം തത് അംഗസ്പർശ നിർവൃതഃ. സുനീതി അസ്യ ജനനി, അസ്യ ആ ധ്രുവൻ്റെ മാതാവ്, ജനനി മാതാവായിട്ടുള്ള സുനീതി, പ്രാണേഭ്യഃ അഭിപ്രിയം സുതം തൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ടവനായ തൻ്റെ പുത്രനെ കണ്ടപ്പോൾ ഉപഗുഹ്യ പോയി അവനെ കെട്ടിപ്പിടിച്ചു. ജഹൗ ആദീം ആ അമ്മയുടെ സകല ദുഃഖങ്ങളും അതോടെ ഇല്ലാതായി എന്ന്. എന്തുകൊണ്ട്? തത് അംഗസ്പർശ നിർവൃത, ധ്രുവൻ്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ തന്നെ ആ അമ്മ ആ നിർവൃതിയെ അനുഭവിച്ചു. ഭഗവാൻ പ്രസന്നനായി, ഭഗവാനെ തപസ് ചെയ്ത് പ്രസന്നനാക്കി അനുഗ്രഹം നേടി വന്നിരിക്കുന്നതിൻ്റെ ഒരു ചൈതന്യം ധ്രുവനിൽ ഉണ്ടായിരുന്നു. അപ്പം ധ്രുവൻ്റെ ശരീരത്തിൽ തൊട്ട മാത്രയിൽ അമ്മ ആ നിർവൃതി അനുഭവിച്ചു. മകനെ, തൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട മകനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് അതോടെ അമ്മയുടെ ഉള്ളിലെ സകല ദുഃഖങ്ങളും അവിടെ ഇല്ലാതാവുകയും ചെയ്തു. ശ്ലോകം 50 പയഃ സ്തനാഭ്യാം ശുശ്രാവ നേത്രജൈഃ സലിലൈഃ ശിവൈഃ തത് അഭിഷിജ്യമാനാഭ്യാം വീരസുവഃ മുഹുഹു. വീര, മൈത്രേയ മഹർഷി വിളിക്കുകയാണ്, അല്ലയോ വിതുരരെ, ആ അമ്മയുടെ ആ അമ്മേനെ വിളിക്കുന്നത് വീരസുവഹ എന്ന്. വീരനായൊരു പുത്രന് ജന്മം നൽകിയ മാതാവേ, അതാണ് ആ അമ്മയ്ക്ക് മുഹുഹു വീണ്ടും വീണ്ടും, പയഹ പാല്, സ്തനാഭ്യാം രണ്ടു സ്തനങ്ങളിൽ നിന്നും ശുശ്രാവ ഒഴുകാൻ തുടങ്ങിയെന്ന്. ആ 5 വയസ്സുള്ളപ്പോൾ പോയതല്ലേ. അപ്പോൾ ആ മകനെ തിരിച്ചു വന്നപ്പോൾ ഇത്രയും വലിയ ധീരനായൊരു മകനെ പ്രസവിച്ച ആ അമ്മയുടെ മുലപ്പാലിൽ നിന്നും പാലിങ്ങനെ വീണ്ടും വീണ്ടും ഒഴുകാൻ തുടങ്ങി. ആ നേത്രജയ് കണ്ണുകളിൽ നിന്നും ശിവൈ അത്യധികം മംഗളകരമായ സലിലൈഹി കണ്ണുനീരും ഒഴുകാൻ തുടങ്ങി. തഥാ അതുകൊണ്ട് അഭിഷിജ്യമാനാഭ്യാം ധ്രുവന്റെ ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്നു എന്ന്. മൈത്രേയ മഹർഷി പറയാണ്, വിതുരരെ, കാരണം ഇത്രയും ധീരനായൊരു മകനെ പ്രസവിക്കണമെങ്കിൽ സുനീതി ഒരു സാധാരണക്കാരിയല്ല. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയ ഒരു സ്ത്രീയാണ് സുനീതി. അത്രയ്ക്ക് പവിത്രമാണ് അവളുടെ മനസ്സും അത്രയും നിഷ്കളങ്കമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു മകനെ പ്രസവിക്കാനുള്ള യോഗ്യത സുനീതിക്ക് ഉണ്ടായത്. അപ്പം ഈ ധീരനായ പുത്രന് ജന്മം നൽകിയ ആ അമ്മയുടെ മുലയിൽ നിന്നും പാലിങ്ങനെ
എന്താ പറയുക, കുതിർന്നൊഴുകുകയും ആ കണ്ണിൽ നിന്ന് മംഗളകരമായ കണ്ണുനീർ ഇങ്ങനെ വാർന്നൊഴുകുകയും ഇത് രണ്ടാലും ധ്രുവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ്റെ ശരീരമാകെ നനഞ്ഞു എന്നാണ് പറയുന്നത് ആ സ്നേഹം കൊണ്ട്. ശ്ലോകം 51. താം ശശംസൂർ ജനാ രാജ്ഞീം ദിഷ്ട്യാ തേ പുത്ര ആർത്തിഹ പ്രതിലബ്ധഃ ചിരം നഷ്ടഃ രക്ഷിതാ മണ്ഡലം ഭുവഃ. താം സുനീതി രാജ്ഞിയോട് ശശംസു പ്രശംസിച്ചു എന്ന് ജനഹ എല്ലാവരും, രാജ്ഞിയും സുനീതി എന്ന ആ രാജ്ഞിയെ, ഉത്താനപാദ മഹാരാജാവിൻ്റെ പത്നിയായ സുനീതി രാജ്ഞിയെ അവിടെ നിന്ന ജനങ്ങളൊക്കെ പ്രശംസിച്ചു. ദിഷ്ട്യ എന്ന് വെച്ചാൽ ഭാഗ്യം കൊണ്ടാണ്, തേ പുത്ര അവിടുത്തെ ദേവിയുടെ പുത്രൻ ആർത്തിഹ, അതായത് ആർത്തിഹ എന്ന് വെച്ചാൽ ദേവിയുടെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ദേവിയുടെ പുത്രൻ ഇതാ ഭാഗ്യം കൊണ്ടാണ് പ്രതിലബ്ധ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ചിരം നഷ്ടഃ കുറേ കാലമായി ദേവിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ പുത്രനെ, രക്ഷിത മണ്ഡലം ഭുവഃ അതുമാത്രമല്ല ഭുവ മണ്ഡലം ഈ ഭൂമണ്ഡലത്തെ മുഴുവനും ഇനി രക്ഷിത സംരക്ഷിക്കാൻ പോകുന്നത് അവനായിരിക്കും. അപ്പോൾ ജനങ്ങളൊക്കെ സുനീതിയെ പ്രശംസിക്കുകയാണ് എല്ലാവരും. കാരണം ധ്രുവന്റെ മഹത്വം മാത്രമല്ല, ഇത്രയും ധീരനായൊരു മകനെ പ്രസവിച്ച ആ അമ്മയ്ക്കും മാഹാത്മ്യമുണ്ട്. ഭാഗ്യം കൊണ്ടാണ്, സുനീതിയുടെ മാഹാത്മ്യം കൊണ്ടാണ് കുറേ കാലമായി നിനക്ക് നഷ്ടപ്പെട്ട, ദേവിക്ക് നഷ്ടപ്പെട്ട ആ പുത്രനെ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അത് ദേവിയുടെ മാഹാത്മ്യം കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ഇനി ഈ ഭൂമണ്ഡലം മുഴുവൻ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് ധ്രുവന്റെ കൈകളിലൂടെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം, പ്രജകളെല്ലാം സുനീതിയെ പ്രശംസിച്ചു. ശ്ലോകം 52. അഭ്യർച്ചിതഃ ത്വയാ നൂനം ഭഗവാൻ പ്രണതാർത്തിഹ യത് അനുധ്യായിനഃ ധീര മൃത്യും ജിഗ്ഗുഹു സുദുർജയം. അഭ്യർച്ചിത ആരാധിച്ചിരുന്നു, ത്വയാനൂനം ദേവി. അപ്പോൾ ജനങ്ങൾ പറയാണ്, ധ്രുവൻ മാത്രമല്ല തപസ് ചെയ്തത്, ദേവിയും ആ ഭഗവാനെ ത്വയാ നൂനം തീർച്ചയായിട്ടും അഭ്യർച്ചിത ആരാധിച്ചിരുന്നു. പ്രണതാർത്തിഹ അതായത് ഭക്തന്മാരുടെ ആപത്തുകളെ ഒക്കെ ഇല്ലാതാക്കാൻ കഴിവുള്ള, അവർക്ക് ആ കർമ്മഫലത്തെ അവരുടെ കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ആ ഭഗവാനെ, യത് അനുധ്യായിനഃ എന്ന് വെച്ചാൽ നിരന്തരം ധ്യാനിക്കുക, ധീരഃ ധീരന്മാർ, മൃത്യു ആ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്ന ധീരന്മാർ, മൃത്യും ജിഗുഹു അതായത് മൃത്യു മരണത്തെ വരെ, ജിഗു എന്ന് വെച്ചാൽ കീഴടക്കുന്നു, സുദുർജയം കീഴടക്കാൻ അത്യധികം പ്രയാസമുള്ള മരണത്തെ വരെ കീഴടക്കുന്നു എന്ന്, എന്നും നിത്യവും ആ ഭഗവാനെ ധ്യാനിക്കുന്നു. ഭക്തന്മാരുടെ കർമ്മഫലത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിവുള്ള ആ ഭഗവാനെ നിരന്തരമായി ധ്യാനിക്കുന്നത് ആരാണോ അവർ തരണം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മരണത്തെ വരെ ജയിക്കാൻ കഴിവുള്ളവരാക്കി തീർക്കും ഭഗവാനെന്ന്. അങ്ങനെയുള്ള ഭഗവാനെ ദേവി അവിടുന്നും എന്നും പൂജിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ദേവിക്കും ദേവിയുടെ പുത്രനായ ധ്രുവനും ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത് എന്ന് പ്രജകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ധ്രുവന്റെ തപസ് കൊണ്ട് മാത്രമല്ല, ദേവിയുടെ പ്രാർത്ഥന ആരാധന കൊണ്ടും കൂടിയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. കാരണം ആരാണോ ആ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നത് അവർ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മരണത്തെ വരെ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അങ്ങനെ സുനീതിയെയും പ്രശംസിച്ചു. ശ്ലോകം 53. ലാള്യമാനം ജനേഹി ഏവം ധ്രുവം സഭ്രാതരം നൃപഃ ആരോപ്യ കരീണീം ഹൃഷ്ട സ്തൂയമാനഃ അവിശത്പുരം. ലാള്യമാനം ഇങ്ങനെ സ്തുതിക്കപ്പെട്ടു എന്ന്, ജനൈഹി ജനങ്ങളാൽ, ഏവം ഇപ്രകാരം, ധ്രുവൻ ജനങ്ങളാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ടിട്ട്, സഭ്രാതരം എന്ന് വെച്ചാൽ അവൻ്റെ സഹോദരനോടുകൂടി നൃപ രാജാവ്, അവരുടെ പിതാവായ അച്ഛൻ ധ്രുവനെയും ധ്രുവന്റെ സഹോദരൻ ഉത്തമനെയും ആരോപ്യ കരിണിയും ഒരു പിടിയാനയുടെ പുറത്തേക്ക് കയറ്റിയിരുത്തി, എന്നിട്ട് ഹൃഷ്ട വളരെ സന്തോഷത്തോടു കൂടി കയറ്റിയിരുത്തി, അങ്ങനെ സ്തൂയമാനഹ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടിട്ട് അവിശത്പുരം അവർ ആ കൊട്ടാരത്തിലേക്ക് അങ്ങനെ നീങ്ങി എന്ന്. അപ്പോൾ ജനങ്ങളാൽ ഇങ്ങനെ ധ്രുവൻ സ്തുതിക്കപ്പെട്ടു. ഇതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ രാജാവ് ധ്രുവനെയും ഉത്തമനെയും ഒരു പിടിയാനയുടെ പുറത്ത് കയറ്റിയിരുത്തി. അങ്ങനെ പ്രജകളാൽ സ്തുതിക്കപ്പെട്ടിട്ട് അവരങ്ങനെ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങി എന്നാണ്, തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. എത്രയും മതിയില്ലേ? ഇനി 54 തൊട്ട് ഇതിൻ്റെ ബാക്കി നാളെ.